മഹി, നിങ്ങൾ പറയുന്നതൊന്നും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ. സർ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാ. ആദ്യം നമുക്ക് ഗംഗയെ കണ്ടെത്താം. ഗംഗയെ കണ്ടെത്തണമെങ്കിൽ ആദ്യം ഗംഗ എവിടെ ഉണ്ടെന്ന് മഹി പറയണം. ഗംഗ എവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ എന്തിനാ സർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്നത്? അതൊക്കെയാണല്ലോ തന്റെയൊക്കെ അതിബുദ്ധി. ആദ്യ ഭാര്യയെ തെളിവില്ലാതെ തട്ടിക്കളഞ്ഞ എക്സ്പീരിയൻസ് വെച്ചാണോ രണ്ടാമത്തെ ആളെയും ശരിയാക്കിയത്? സർ, അനാവശ്യം പറയരുത്. ഒരു കൊലപാതകം നടത്തി പിടിക്കപ്പെടാതെ വരുമ്പോ കോൺഫിഡൻസ് കൂടും. അങ്ങനെയാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാനുള്ള ത്വരയുണ്ടാവുന്നത്. പുറമെ മാന്യന്മാരായി നടക്കുന്നവരാണ് പല സീരിയൽ കില്ലേഴ്സും. താനൊക്കെ അങ്ങനെയാണോന്ന് ആർക്കറിയാം? മതിയായി സർ. ഞാൻ നിങ്ങളുടെയൊക്കെ സഹായം ചോദിച്ച് ഇവിടേക്ക് വന്നതാണ് തെറ്റായി പോയത്. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഭാര്യയെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരുന്നു നല്ലത്. ഓരോരുത്തർക്കും അങ്ങനെ സ്വന്തമായി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടോ ഇവിടെ? ഉണ്ടായതുകൊണ്ട് ആർക്കും പ്രയോജനമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് സാർ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റും സിസ്റ്റവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മറക്കരുത്. അതുകൊണ്ട് താൻ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കണോ? സാർ, ഗംഗയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അവളെ കാണാതായതിനു ശേഷം കുറെ കഴിഞ്ഞാണ് അത് ഓഫായിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ച ഏത് ഭാഗത്താണ് ഗംഗ ഉള്ളതെന്ന് അറിയാൻ കഴിയില്ലേ? എടോ, താൻ ഞങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്കറിയാം എന്താ വേണ്ടെന്ന്. ശരി സർ, എന്നാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. ഞാൻ എന്റേതായ രീതിയിൽ എന്റെ ഭാര്യയെ കണ്ടുപിടിച്ചോളാം. മഹി ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും മഹിയെ തടഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി വാക്കിന് വ്യവസ്ഥയില്ലാത്ത നാറിയ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള അടുക്കള പണിയാണ്. അവര് തരുന്ന നക്കാപ്പിച്ചിയും തിന്ന് ഇവിടെ പരാതിയുമായിട്ട് വരുന്നവരെ പിടിച്ച് പ്രതിയാക്കാനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റൂ. കുറച്ചെങ്കിലും ഉളുപ്പ് കാണും. ഞങ്ങൾ പോകുന്നു. വാ രാഹുൽ.